എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ടോപ്പിക്ക് അവിചാരിതമായിട്ട് കടന്നുകൂടിയതാണ്. ഇതിനെക്കുറിച്ചിട്ട് ഇന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് പറയാനായിട്ടുള്ള അവസരം കിട്ടില്ല. ഇന്ന് നിങ്ങളിൽ പല ആളുകളും കണ്ടു കാണും, മാധ്യമങ്ങളിൽ കണ്ടു കാണും, പൾസർ സുനി വളരെ നീണ്ട കാലത്തെ നിയമ പോരാട്ടത്തിന്റെ ഇടവേളയിൽ പുറത്തേക്ക് ഇറങ്ങുന്നത്. അയാളെയൊക്കെ കണ്ട് സന്തോഷിക്കാനായിട്ട് കൈയടിക്കാനും ആര് വരും എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്ന പോലുമില്ല. ആ ഒരു സമയത്താണ് കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയും വട്ടിയൂർക്കാവ് അജിത് കുമാർ എന്ന് പറയുന്ന അതിന്റെ തലപ്പത്തുള്ള ആളുകളുടെ പൂമാലയും പുഷ്പവൃഷ്ടിയുമായിട്ടൊക്കെ ഈ ജയിലിന് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ സ്വീകരിച്ച് ആനനയിച്ച് കൊണ്ടുപോവുകയാണ് ഈ കേരള മെൻസ് അസോസിയേഷൻ. ആ ഒരു സംഘടന, ഓൾ കേരള മെൻ എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് കുറേയധികം ആളുകൾ തെറിവിളിയുമായിട്ടൊക്കെ പല ന്യൂസിന്റെ കമന്റ് ബോക്സിലേക്ക് ചെല്ലുന്നത് കണ്ടു. ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അഡ്രസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട്. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനായിട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ ഒരു മെൻ റൈറ്റ് മൂവ്മെന്റിന്റെ പുരുഷ അവകാശ മുന്നേറ്റത്തിന്റെ ആവശ്യമുണ്ടോ? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വളരെ അത്യാവശ്യം വേണ്ട ഒരു മൂവ്മെന്റ് തന്നെയാണെന്ന് ഞാൻ പറയും. നമ്മൾ എപ്പോഴും സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചിട്ടും സ്ത്രീ അവകാശ മുന്നേറ്റങ്ങളെ കുറിച്ചിട്ടും പറയുന്നത് എങ്ങനെയാണ്? സ്ത്രീകളായിട്ടുള്ള ആളുകൾ, അവരിൽ പല ആളുകൾക്കും അറിവില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മുന്നോട്ടേക്ക് വരാനായിട്ടുള്ള ഒരു ശക്തി ഉണ്ടായിരിക്കില്ല, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടായിരിക്കാം. അവിടെയൊക്കെ സഹായകമാവുന്നതാണ് ഈ സ്ത്രീ ശാക്തീകരണ സംഘടനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ. അതേപോലെ തന്നെയുള്ള പുരുഷന്മാരുണ്ട്, അവർക്കും അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. ഈ ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ചിട്ടൊക്കെ ഈ ഒരു കാലം വരെയും നമ്മളുടെ നിയമ സംവിധാനം കൺസിഡർ ചെയ്യുന്നത് അത് സ്ത്രീകൾക്ക് മാത്രം ഏൽക്കുന്ന ഒരു കാര്യമായിട്ടാണ്. വളരെ വിരളമായിട്ടുള്ള തെളിവുകളോടെ സബ്മിറ്റ് ചെയ്ത ചില കേസുകൾ മാത്രമാണ് നമ്മുടെ കോടതിക്ക് മുൻപിലുള്ളത് പുരുഷന്മാർക്ക് ഡൊമസ്റ്റിക് വയലൻസ് ഏൽക്കേണ്ടി വരുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട്. അപ്പോൾ ഇതുപോലുള്ള കുറേയധികം ഈ വൈരുദ്ധ്യങ്ങളുണ്ട്. ആ ഒരു വൈരുദ്ധ്യങ്ങളിൽ ഇവിടെയുള്ള അണ്ടർ പ്രിവിലേജഡ് ആയിട്ടുള്ള പുരുഷന്മാർക്കൊപ്പം പ്രവർത്തിക്കാനായിട്ട് ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സ് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. അവിടെ ഈ വട്ടിയൂർക്കാവ് അജിത് കുമാറിനെ പോലെയുള്ള സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ അകത്തേക്ക് പോകുന്ന ആളുകളെ മാലയിട്ട് പുറത്തേക്ക് സ്വീകരിക്കുന്ന കീടങ്ങളെയല്ല വേണ്ടത്. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം, ഏതൊക്കെ മേഖലകളിലാണ് ഒരു പുരുഷ അവകാശ മുന്നേറ്റ പ്രസ്ഥാനം വർക്ക് ചെയ്യേണ്ടത്? നോർമലി ലോകത്തെ എല്ലായിടത്തും ഏതൊക്കെ മേഖലകളിലാണ് അവർ പ്രവർത്തിക്കുന്നത്? നമ്മുടെ നാട്ടിലുള്ള ഈ ഒരു സംഘത്തെയോ അതിലുള്ള കിടങ്ങളെയോ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ഏതൊക്കെ മേഖലകളിലാണ് അവർ വർക്ക് ചെയ്യുന്നത്? ഒന്നാമത്തേത് വ്യാജ ആരോപണങ്ങളാണ്. ഒരാളുടെ കരിയർ, റെപ്യൂട്ടേഷൻ, അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധങ്ങൾ, അദ്ദേഹത്തിന്റെ മനസ്സമാധാനം എന്നിവ തകർക്കുന്ന ഫാൽസ് അക്യൂസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ വളരെ സീരിയസ് ആയിട്ട് ലോകത്തുള്ള പുരുഷാവകാശ സംഘടനകളും പുരുഷന്മാരും നോക്കിക്കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു നിയമനിർമ്മാണം, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പുരുഷന്മാർക്ക് നിയമസഹായം എന്നീ കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ മാധ്യമങ്ങളും നിയമ സംവിധാനവും ഒക്കെ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകൾക്ക് കൂടുതലായിട്ടുള്ള ഒരു സപ്പോർട്ട് നൽകുന്നു. പുരുഷന്മാരെ കേന്ദ്രീകരിച്ചിട്ട് അവർക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മുടെ മാധ്യമങ്ങളും ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് സിനിമാ മേഖലയിലെ പുരുഷന്മാർക്കെതിരെ വരുന്ന ആരോപണങ്ങളിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ആ ഒരു പുരുഷന്മാരുടെ, ആ ഒരു നടന്മാരുടെ ഫോട്ടോസൊക്കെ വെച്ച് ആരോപണം വരുന്ന സമയം മുതൽ ആഘോഷിക്കുകയാണ്. അവിടെ വളരെ കറേജിയസ് ആയിട്ട് വന്ന് കാര്യങ്ങൾ വെളിപ്പെടുത്തിയ നടന്മാരുണ്ട്. ചില ആളുകൾ മാറി നിൽക്കുകയും ചെയ്തു. അങ്ങനെ മാറി നിന്ന ആളുകൾ തിരികെ വരുന്നത് വരെ മാധ്യമ വിചാരണയും അതേപോലെ തന്നെ സൈബർ ഇടത്തിലുള്ള ആളുകളുടെ വിചാരണയും ഒക്കെ നേരിടേണ്ടി വരും. ഇത്തരത്തിലുള്ള വിചാരണകൾ അല്ലെങ്കിൽ ആളുകൾ കൂടുതലായിട്ട് ഇടപെടുന്നത് എന്തുകൊണ്ടാണ്? കാര്യമായിട്ട് തന്നെ വ്യാജ ആരോപണങ്ങൾ വരുന്നത് കൊണ്ടാണ്. ഇത് ഇൻഡയറക്ട്ലി അഫക്റ്റ് ചെയ്യുന്നതും ഇവിടെയുള്ള സ്ത്രീ അവകാശ മുന്നേറ്റ പ്രസ്ഥാനങ്ങളെയും അത്തരത്തിലുള്ള മുന്നേറ്റങ്ങളെയുമാണ്. കാരണം എല്ലാത്തരം ആരോപണങ്ങളും അത് വളരെ ജെന്യുവൻ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ സംശയദൃഷ്ടിയോടെയാണ് ആളുകൾ ഇപ്പോൾ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായി ഇരയാക്കപ്പെട്ട ആൾക്ക് അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അത് ഒരു വലിയ വിഭാഗം വ്യാജ ആരോപണങ്ങൾ കൊണ്ടാണ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ നേരിടുന്ന നിയമ സംവിധാനങ്ങളുടെ ന്യൂനതകളെ കുറിച്ചിട്ട് പുരുഷാവകാശ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. എല്ലാ ജെൻഡറും അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഫോം ചെയ്യാറുണ്ട്, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാറുണ്ട്. മെൻ റൈറ്റ് മൂവ്മെന്റ്സും അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ടതായി അവർ കൈകാര്യം ചെയ്യുന്നത് ഈ ഡിവോഴ്സിന്റെ സമയത്തുള്ള കുറേയധികം ആരോപണങ്ങളുണ്ട്. വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന, എന്നാൽ ഒരു കക്ഷിക്ക് അതിൽ സ്ത്രീക്ക് വലിയ സാമ്പത്തിക ലാഭമുണ്ടാക്കുന്ന ഡിവോഴ്സ് കേസുകൾ നമ്മൾ കാണാറുണ്ട്. അലിമണി എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ ചില ആളുകൾ അനർഹമായിട്ട് കൈപ്പറ്റി പോകാറുണ്ട്. ഇപ്പോൾ സ്ത്രീക്ക് ഒരു ജീവനാംശം കൊടുക്കണം അല്ലെങ്കിൽ കുട്ടികൾക്ക് ജീവനാംശം കൊടുക്കണം എന്നതിൽ കവിഞ്ഞ് ഒരു മനുഷ്യന്റെ ആയുസ്സിൽ അദ്ദേഹം നേടിയെടുത്തതിന്റെ പകുതി നിർബന്ധമായും വേണം എന്ന് പിടിവാശി വയ്ക്കുന്ന കേസുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഭീമമായിട്ടുള്ള നഷ്ടം ഉണ്ടാക്കുന്ന, മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഏരിയകളിൽ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്യമമാണ്. അതേപോലെ ആദ്യം പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസ് കേസുകൾ, പുരുഷന്മാരെല്ലാവരും തിരിച്ചടിക്കാനായിട്ട് കേപ്പബിലിറ്റി ഉള്ള ആളുകളാണ്, അവരെല്ലാം ഭയങ്കര സ്ട്രോങ് ആണ് എന്ന് വിചാരിക്കരുത്.
എല്ലാ ഇടങ്ങളിലും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരിൽ തന്നെ ഇതൊക്കെ സഹിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. അത് സമൂഹത്തിൻ്റെ ചില പിടിവാശികൾ കൊണ്ട് അല്ലെങ്കിൽ ചില പേടികൾ കൊണ്ട് അത്തരത്തിലുള്ള പേടികളെയൊക്കെ മാറ്റിവെച്ച് അവരെയും അവരുടെ അവകാശങ്ങളിൽ ബോധവാന്മാരാക്കുക, സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതും ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളുടെ ഒരു ധർമ്മം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. പക്ഷെ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ അവസാനത്തിലേക്ക് വരാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂവിൽ പുരുഷാവകാശ പ്രസ്ഥാനങ്ങൾ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഇടപെടുന്നത് ഈ പുരുഷന്മാരുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു, വർക്ക് പ്ലേസിൽ പുരുഷന്മാർ കടുത്ത ഏകാന്തത അനുഭവിക്കാറുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഒരു റിപ്പോർട്ട്, തണൽ എൻജിഒയുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ 45 വയസ്സിനോടടുക്കുന്ന 40 വയസ്സിനോടൊക്കെ അടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള വിവാഹം കഴിഞ്ഞ പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇവർ പ്രവർത്തിക്കാറുണ്ട്. ഞാൻ ഇതുവരെ പറഞ്ഞ പുരുഷന്മാരെ എഫക്ട് ചെയ്യുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യേണ്ടതാവണം ഒരു മെൻ റൈറ്റ് മൂവ്മെന്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ നാട്ടിലുള്ള ഈ മെൻ റൈറ്റ്സ് അസോസിയേഷൻ എന്നുള്ള പേരിൽ പ്രഹസനങ്ങൾ കാണിക്കുന്ന സംഘങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ലോകത്ത് വൈഡായിട്ട് തന്നെ നടക്കുന്ന ഒരു സംഗതിയാണ്. പല സംഘങ്ങളും അത്തരത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവർ സ്ത്രീ ശാക്തീകരണത്തിനെതിരാണ്, ഫെമിനിസത്തിനെതിരാണ്, സ്ത്രീ ശാക്തീകരണത്തിനെതിരാണ്. ശരിക്കും സ്ത്രീ ശാക്തീകരണത്തിന് എതിരാവേണ്ട ആവശ്യമുണ്ടോ? ഈ പുരുഷന്മാരിൽ ഒരു ഭൂരിപക്ഷം ആളുകളും ശാക്തീകരണം നേടേണ്ട ആളുകളാണ്. അവരും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് തകർന്നു പോകുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞ ആത്മഹത്യാ നിരക്കിൻ്റെ ഒരു കണക്കുണ്ട്, ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ഒരു കണക്കുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവർ തകർന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഒരു ശാക്തീകരണം ആവശ്യമുണ്ട്. അപ്പോൾ സ്ത്രീ ശാക്തീകരണം, പുരുഷ ശാക്തീകരണം അല്ലെങ്കിൽ ജെൻഡർ മൈനോറിറ്റി ശാക്തീകരണം, എല്ലാത്തരം ശാക്തീകരണങ്ങളും വേണ്ടതാണ്. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇക്വാലിറ്റി എന്ന് പറയുന്ന വിദൂര സ്വപ്നത്തിലേക്ക് ഏതെങ്കിലും ഒരു കാലത്ത് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ശാക്തീകരണത്തിനെതിരായിട്ട് നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു റൈറ്റ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന മൂവ്മെൻ്റ് ആയിട്ട് മാറത്തില്ല. അതേപോലെ ഇവരുടെ ചില പിടിവാശികളൊക്കെ വളരെ മണ്ടത്തരമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്ത്രീകൾ അവരുടെ ചോയ്സുകൾ എടുക്കുന്നത് യോജിക്കാൻ പറ്റുന്നതല്ല, അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നത് യോജിക്കാൻ പറ്റുന്നതല്ല. ഇപ്പോൾ ഒരു സ്ത്രീ തൻ്റെ പേരൻസിനെ, തൻ്റെ അച്ഛനെ ധിക്കരിച്ച് ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് പുരുഷാവകാശങ്ങൾക്കെതിരാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് യോജിക്കാൻ പറ്റുന്ന സംഗതിയാണ്. അപ്പം അതാണ് മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ. ഇനി ഇതിൻ്റെ കോറായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെയും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന മെൻ റൈറ്റ് മൂവ്മെൻറ്റ്സിൻ്റെയും അണിയറ പ്രവർത്തകർ എന്ന് പറയുന്നത് ട്രോമയിൽ നിന്ന് അതിൻ്റെ സംഘടനാ പ്രവർത്തകരായി മാറിയിട്ടുള്ള ആളുകളാണ്. ഒരു സ്ത്രീയാൽ അവരുടെ ജീവിതത്തിൽ വലിയ ട്രോമകൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീയാൽ അവർക്കൊരു ട്രോമ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണ്, സിസ്റ്റം മുഴുവൻ ഇങ്ങനെയാണ് എന്നുള്ള ഒരു ചിന്തയിൽ അവരൊരു സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ വട്ടിയൂർക്കാവ് അജിത് കുമാർ തന്നെ ഒരു ചാനൽ അഭിമുഖത്തിൽ ചെറിയൊരു ക്ലിപ്പിൽ കേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഡിവോഴ്സ് കേസിൽ നിന്ന് കുറേയധികം കാര്യങ്ങൾ പഠിച്ചെടുത്തു. പുരുഷന്മാർ കുറേയധികം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി. വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ബാക്കിയുള്ള ആളുകൾക്ക്, അദ്ദേഹത്തെ പോലെ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ആ ഒരു ഡിവോഴ്സ് കേസിൽ വിജയിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാദിച്ച് ജയിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അവിടെ ഒരു പുരുഷനാണ് അല്ലെങ്കിൽ സ്ത്രീയാണ് എന്നതുകൊണ്ട് വട്ടിയൂർക്കാവ് അജിത് കുമാറിൻ്റെ കേസിൽ പുള്ളിക്കെതിരായിട്ട് നിയമവ്യവസ്ഥിതി നിന്നോ? ഇല്ല, അയാൾ അതിൽ ജയിച്ചു. അപ്പോൾ ആ ഒരു അറിവാണ് അദ്ദേഹം ബാക്കിയുള്ള ആളുകൾക്ക് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് അങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെയ്റ്റ് ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഈ ജനറലായിട്ടുള്ള ഇപ്പോൾ എനിക്കെതിരെ ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയാണ്, മുഴുവൻ സിസ്റ്റം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എല്ലാവർക്കും എതിരെയുള്ള ഹെയ്റ്റ് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് സവാദിനെ മാല ഇടിക്കേണ്ടി വരും, മറ്റേ സുനിയെ മാല ഇടിക്കേണ്ടി വരും. ഇനിയിപ്പോൾ മറ്റേ കൊൽക്കത്ത റേപ്പ് കേസിൽ അയാൾ കേരളത്തിലേക്ക് വല്ലതും വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി മാലിടേണ്ടി വരും. ഈ ഹെയ്റ്റ് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് അവരുടെ കാഴ്ചപ്പാടിൽ ഇരയില്ല, അതിക്രമമില്ല. അതിക്രമത്തിന് ശേഷം ഇരയാക്കപ്പെട്ട സ്ത്രീ, പെൺകുട്ടി ഉച്ചത്തിൽ സംസാരിച്ചു, സ്ത്രീയാണ് ഉച്ചത്തിൽ സംസാരിച്ചു, അറ്റൻഷൻ കിട്ടി, ആളുകൾ അവളെ അനുകമ്പയോടെ നോക്കി, അവൾക്ക് അവളുടെ നിയമപരമായിട്ടുള്ള അവകാശങ്ങളെ കുറിച്ചിട്ട് ബോധമുണ്ടായിരുന്നു. അതും ഇവരെ അലോസരപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അവിടെയും മാധ്യമങ്ങൾ അല്ലെങ്കിൽ നിയമ സംവിധാനം അനുകമ്പ കാണിച്ചു. അവൾക്ക് ചില എക്സ്ട്രാ പ്രിവിലേജസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും ഇവരെ അലോസരപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. മൊത്തത്തിൽ ഈ ഒരു ഹെയ്റ്റ് കൊണ്ട് പുരുഷാവകാശങ്ങളെ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ടാണ് ഈ സവാദിനെയും പൾസർ സുനിയൊക്കെ ഇവരുടെ തലതൊട്ടപ്പന്മാരായിട്ട് ഇവർക്ക് അവിടെ പ്രതിഷ്ഠിക്കേണ്ടി വരുന്നത്. പുരുഷാവകാശ പ്രസ്ഥാനങ്ങൾ അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. ഇത്തരത്തിലുള്ള കീടങ്ങൾ നയിക്കുന്ന പ്രസ്ഥാനങ്ങളല്ല വേണ്ടത്. നിയമ അവബോധമുള്ള, പൗരബോധമുള്ള, തുല്യതയെക്കുറിച്ചിട്ട് ചിന്തിക്കുന്ന,
മനുഷ്യത്വമുള്ള ആളുകളുടെ ഒരു പ്രസ്ഥാനമാണ് നമുക്ക് വേണ്ടത്. നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ അത്തരത്തിൽ മുൻകൈ എടുത്ത് ഇറങ്ങാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഇറങ്ങിക്കൊള്ളുക. ഇവിടെ വലിയൊരു സ്കോപ്പുണ്ട്, ഇവിടെ കുറേയധികം ആളുകൾക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ അവസാനമായിട്ട് ഒരു ചോദ്യം എന്ന് പറയുന്നത്, എല്ലാ പുരുഷന്മാരും പുരുഷാവകാശ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാവേണ്ട ആവശ്യമുണ്ടോ? എല്ലാ സ്ത്രീകളും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി മാറാറില്ല, എല്ലാ പുരുഷന്മാരും പുരുഷാവകാശ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി മാറാറില്ല. അതുകൊണ്ട് തന്നെ അതും ഒരു ചോയ്സാണ്. ഇപ്പോൾ പ്രിവിലേജസ് ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഒന്നും ഭാഗമാവേണ്ട ആവശ്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്വയം പ്രിവിലേജനാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഭാഗമായി മാറേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്നാൽ ശാക്തീകരണം വേണം എന്ന് തോന്നുന്ന സമയത്ത് ആശ്രയിക്കേണ്ട ചില സംഘങ്ങൾ ഉണ്ടാവുന്നത്, സംഘടനകൾ ഉണ്ടാവുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഈ പറയുന്ന കീടങ്ങളെ ഒഴിവാക്കിയിട്ടുള്ള പരിപാടികൾക്ക് മാത്രമേ സമൂഹം അംഗീകാരം കൊടുക്കേണ്ടതുള്ളൂ. എന്തിനോടെങ്കിലും ഉള്ള ഒരു ഹെയ്റ്റ്, ഏതെങ്കിലും ഒരു കൂട്ടം ആളുകളോടുള്ള ഒരു ഹെയ്റ്റ് ഏതെങ്കിലും ഒരു സംഘടനയുടെ രൂപീകരണത്തിൻ്റെ അടിസ്ഥാന തത്വമായി കഴിഞ്ഞാൽ അത് സമൂഹത്തിന് ഭീഷണി തന്നെയാണ്. വട്ടിയൂർക്കാവ് അജിത് കുമാർ ആൻഡ് ടീമിൻ്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് ഒരു ഭീഷണി തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.